അപ്പോൾ നമ്മൾ PVC പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 20 mm PVC പൈപ്പാണ് നമ്മൾ എടുത്തത്. കഴിഞ്ഞ വട്ടവും നമ്മൾ ഇതേ അളവിലുള്ള പൈപ്പ് തന്നെയാണ് എടുത്തത്. ഇനി ഞാനിത് കട്ട് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങനൊരു പൈപ്പിൻ്റെ പീസ് എടുത്തത് കേട്ടോ. 52.2 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ അടയാളം ചെയ്തേക്കുന്നത്. ഇത് ഇതേപോലത്തെ ഒരു PVC പൈപ്പിൻ്റെ എന്ന് വെച്ചാൽ നമ്മളെടുത്ത പൈപ്പിനേക്കാളും കുറച്ചുകൂടി വലിയൊരു പൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കാം. അതിനാണ് ഈ ഒരു ചെറിയ പൈപ്പ് നമ്മൾ എടുത്തത്. ഇത് പൈപ്പിൻ്റെ എൻഡിൽ തന്നെ വരും, ഇച്ചിരി വലിപ്പത്തിൽ മറ്റൊന്നിലോട്ട് കണക്ട് ചെയ്യാനായിട്ട്. ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കാം. കറക്റ്റ് അളവിൽ തന്നെ മുറിച്ചെടുക്കണം കേട്ടോ. 52 എന്ന് പറയുമ്പോൾ നിങ്ങൾ 53 എടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് 52.2 സെൻറ്റിമീറ്റർ നീളം കിട്ടും. ഇപ്പോൾ നല്ല കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നടുവിലൂടെ കറക്റ്റ് നേരെ ഒരു ലൈനും കൂടെ വരയ്ക്കണം. അതിന് ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അലൂമിനിയം പീസ്. ഇനി സൈഡിലായിട്ട് 2 റബ്ബർ ബാൻഡ് ഇട്ട് ഇതേപോലെ എടുത്ത ശേഷം ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ വരച്ച് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹോൾ എവിടെയൊക്കെ ഇടണം എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് ടേപ്പ് വെച്ച് അളന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഈ വീഡിയോയിൽ ഈ ടേപ്പിൽ കാണുന്ന അളവല്ല, കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ടേപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം, അത് മാത്രം നോട്ട് ചെയ്യുക. ബ്ലോയിങ് ഹോളാണ് ആദ്യം 8.8 mm. ഇനി ഫസ്റ്റ് ഹോൾ വരുന്നത് ഫിംഗറിൻ്റെ ഹോള് 27.4. അതിൻ്റെ അടുത്ത ഹോൾ വരുന്നത് 30.5. അതിൻ്റെ അടുത്തത് 33.3. അതിൻ്റെ അടുത്തത് 37.1. അതിൻ്റെ അടുത്ത ഹോള് 39.5. ആറാമത്തെ ഹോൾ വരുന്നത് 43.6. ഇനി നമ്മുടെ ട്യൂണിംഗ് ഹോൾ വരുന്നത് 48 സെൻറ്റിമീറ്റർ. എല്ലാ ഹോളും ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യമേ നിങ്ങൾ വലുതാക്കരുത്. ഹോള് ആദ്യം ചെറുതായിട്ടിട്ടിട്ട് പിന്നെ അളവെടുത്ത് വേണം ഓരോ ഹോളിൻ്റെ വലിപ്പം കൂട്ടാൻ കേട്ടോ. ട്യൂണിംഗ് ഹോള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിലായിട്ട് ഇടാൻ പറ്റും. പല സൈഡിലോ ഇട സൈഡിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. നമ്മൾ ഊതാൻ ഉപയോഗിക്കുന്ന ഹോള് 1 സെൻറ്റിമീറ്ററോ അല്ലെ 1.1 സെൻറ്റിമീറ്ററോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ആദ്യം 1 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് പിന്നീട് വേണം വലിപ്പം കൂട്ടാൻ. ആദ്യമേ വലിപ്പം കൂട്ടല്. ആദ്യത്തെ 3 ഹോളുകളും 9 mm ആണ് വരുന്നത്. അപ്പോൾ 9 mm എടുക്കരുത്, 8 എടുത്തിട്ട് പിന്നെ വലിപ്പം കൂട്ടിയാൽ മതി. നാലാമത്തെ ഹോള് വരുന്നത് 8 mm ആണ് കേട്ടോ. അത് വളരെ ചെറിയ ഹോളാണ്, 8 mm ആണ്. അഞ്ചാമത്തെ ഹോള് കുറച്ച് വലിപ്പം കൂടുതലാണ്, 1 സെൻറ്റിമീറ്റർ നീളം വരും അതിന്, അഞ്ചാമത്തെ ഹോള്. ഇനി ആറാമത്തെ ഹോള് വീണ്ടും 9 mm ആണ് വരുന്നത്. അത് മാറിപ്പോയല്ലോ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയല്ലോ. ഇനി ലാസ്റ്റ് ഹോള് വരുന്നത് 8 mm ആണ് വരുന്നത്. അപ്പോൾ എല്ലാം സാവധാനം നിങ്ങൾ വലിപ്പം കൂട്ടിയാൽ മതി. അപ്പോൾ എല്ലാ ഹോളുകളും നമ്മൾ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകവശവും നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കണം. അകവും പുറവും എല്ലാ ഹോളുകളും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് പിടിച്ചിരിക്കണം, എന്നാലേ നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. അതുമാത്രമല്ല, ഊതാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഊതുന്ന ഹോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ കനം കുറയ്ക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചതാണ്. ഇനി നമുക്ക് കോർക്കും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ തെള്ളി നമ്മൾ ഊതാൻ ഉപയോഗിക്കുന്ന ഹോളിൻ്റെ അടുത്ത് വരെ എത്തുന്ന രീതി വെക്കണം. ഇനി ഇതേപോലത്തെ നീളമുള്ളൊരു കമ്പി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ 1 സെൻറ്റിമീറ്റർ നീളം ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ നമ്മുടെ കോർക്കിരിക്കുന്ന കാണാമല്ലോ ഊതുന്നതിൻ്റെ സൈഡിൽ. ഇനി നമ്മുടെ ആ ഒരു കമ്പ് സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ആ കോർക്കിൽ ചെന്ന് മുട്ടണം. എന്നിട്ട് കോർക്ക് പതുക്കെ തെള്ളി നീക്കി കറക്റ്റ് ആ വര നമ്മൾ ഊതുന്ന ഹോളിൻ്റെ സെൻറ്റർ ഇതേപോലെ വന്ന് നിൽക്കണം. ഇതിൽ കൂടുതലും നിങ്ങൾക്ക് തെള്ളി നീക്കാം. സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ തെള്ളി നീക്കാൻ. ഇനി നമ്മുടെ ഫ്ലൂട്ട് മൊത്തത്തിലൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് നൈസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സീയുടെ ഫ്ലൂട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് PVC വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഒരു പാട്ട് കൊണ്ടൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ PVC വെച്ച് തന്നെ നമുക്ക് ഫ്ലൂട്ട് ഉണ്ടാക്കാൻ പറ്റും. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഒരു പാട്ട് വായിക്കാവുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.